പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന് മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ഞായറാഴ്ചയും കർത്താവിന്റെ കരുണയാൽ ഇപ്പോൾ ചില ആൾക്കാർ ഞായറാഴ്ച തന്നെ ആകണമെന്നില്ല കാണുന്നത്, എങ്കിലും കണ്ടുമുട്ടാൻ കർത്താവ് പ്രത്യേക കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ ഇവിടെ അട്ടപ്പാടിയിൽ റുഹ മൗണ്ടിലുണ്ട്. അച്ഛൻ സെഹിയോ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാന ശുശ്രൂഷകൾ, അതേപോലെ വിദേശത്തുള്ള ധ്യാനങ്ങൾ, പിന്നെ അതുപോലെ കൺവെൻഷൻ, പിന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി മോണസ്ട്രിയുടെ കാര്യങ്ങൾ, അതുപോലെ AFC മിഷണറിമാരുടെ കാര്യങ്ങൾ, അങ്ങനെ പലവിധ ശുശ്രൂഷകളിൽ അച്ഛൻ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് ഈ അഭിഷേക റെക്കോർഡിങ്ങിന് തുടരെ അച്ഛന് വരാൻ പറ്റാത്തത്. നമ്മുടെ പ്രാർത്ഥനയിൽ അച്ഛനെ അനുസ്മരിക്കുന്നുണ്ട്. അച്ഛൻ്റെ വലിയ കൂട്ടായ്മ ഈ ശുശ്രൂഷകളിലുണ്ട്. വർഗ്ഗ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തുടക്കത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ ഒരു വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നുണ്ട്: കർത്താവ് ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീ നാളങ്ങളുമാക്കി മാറ്റും. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. വലിയ കൃപയുടെ അഭിഷേകം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയും. എഫേസോസിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വചനം വെളിപ്പെടുത്തുന്നത്: ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതലേ അവിടുന്ന് പരിശുദ്ധാത്മ വിഷയത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു സന്തത സഹചാരിയായി ഞങ്ങളുടെ കൂടെ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കൂടെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. 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 ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓ റൂഹായേ, വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയണമേ. ഓ പരിശുദ്ധ റൂഹായേ, ആരാധന 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 വരണമേ, അഭിഷേകം ചെയ്യണമേ. കൈകൾ അടിച്ച് റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. നന്നായി കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ജ്ഞാനം ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനങ്ങളെ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളെ പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. ദൈവമേ, ഏലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലീഷായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ്. ഓ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഉച്ചരിക്കട്ടെ. ഓരോ തലമുറകളും വിശുദ്ധ ചേതനകളിലേക്ക് പ്രവേശിക്കുന്ന റൂഹായേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഏലിയായിൽ നിറഞ്ഞ ആത്മാവേ, കൈയടിച്ച് ഏലീഷായിൽ നിറഞ്ഞ ആത്മാവേ, ഏലിയായിൽ നിറഞ്ഞ ആത്മാവേ, ഏലീഷായിൽ നിറഞ്ഞ ആത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ
ആത്മാവേ എന്നിൽ വന്നു നിറയണമേ സ്ലീഹന്മാരിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ വന്നു കൈ ഉയർത്തി കൈയടിച്ച് റൂഹായേ വരണമേ അഭിഷേകം ചെയ്യണമേ റൂഹായേ വരണമേ അഭിഷേകം ചെയ്യണമേ വലിയ ദാഹത്തോടെ റൂഹായേ വരണമേ അഭിഷേകം ചെയ്യണമേ വലിയ ഉണർവോടെ റൂഹായേ വരണമേ അഭിഷേകം ചെയ്യണമേ വലിയ ശക്തിയോടെ റൂഹായേ വരണമേ അഭിഷേകം ചെയ്യണമേ പകർന്നു കിടന്ന കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ. റൂഹായേ വരണമേ അഭിഷേകം ചെയ്യണമേ രോഗികൾ വലിയ വിശ്വാസ ശക്തിയെ സൗഖ്യം പ്രാപിക്കട്ടെ. വരണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേക ശക്തിയിൽ പൈശാചികങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. വരണമേ അഭിഷേകം ചെയ്യണമേ തടസ്സങ്ങളിൽ നിൽക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. റൂഹായേ വരണമേ അഭിഷേകം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല. ഹല, 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 ഹല. ഹല, 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 ഹല. ഹല, 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 ഹല. ഹല, 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 ഹല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ മേൽ തന്റെ സമ്പത്ത് വർഷിക്കുമെന്ന് വെളിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഓ പിതാവേ, സ്വർഗത്തിന് സമ്പത്തായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഉജ്ജ്വലിപ്പിക്കണമേ, വർഷിക്കണമേ. ഹല, 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 ഹല. മനസ്സ് തളർന്നിരിക്കുന്നവർ ഇപ്പോൾ ഉണർവ് ഭാവിക്കട്ടെ. ശരീരത്തെ രോഗങ്ങളുള്ളവർ ഇപ്പോൾ ശരീര സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മാവിൽ മന്ദത, അലസത അങ്ങനെ ഇരിക്കുന്നവർ ആത്മാവിൽ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ലക്ഷ്യവും ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലക്ഷ്യം നിർണയിച്ചു കൊണ്ടുകട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വീണ് പോകാതിരിക്കാൻ മുറുകെ പിടിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണ് പോകുന്നതിൻ്റെ ഒരു കാരണം മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിയെ പിടിച്ച് ഒരു പാലത്തിൽ കൂടെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ വീഴാൻ സാധ്യതയുള്ള വഴികളിലെല്ലാം കടന്നു പോകുമ്പോൾ ചെറിയൊരു തെന്നലോ ഒരു അപകട സാധ്യത കാണുമ്പോൾ അറിയാതെ പിടുത്തം മുറുകും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരു ധ്യാനം കൂടി വീണ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വീണ് പോകാതിരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 2:25, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവ് സഭകളോട് അരുളി ചെയ്യുന്ന കാര്യങ്ങളാണ് വെളിപാടിന്റെ പുസ്തകത്തിന്റെ പ്രമേയമെന്ന് നമുക്കറിയാം. അങ്ങനെ ലവോദിക്കയിലെ സഭയുണ്ട്, പല സഭ, എഫേസസിലെ സഭയുടെ ദൂതന്മാരുണ്ട്. അങ്ങനെ ഓരോരുത്തരോടും പറയാണ്. അത് നമ്മളോട് പൊതുവായി പറയുന്നതാണ്. കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തിൽ കർത്താവ് തിരിച്ചു വരുവോളം നിങ്ങൾക്ക് ലഭിച്ചതിനെ മുറുകെ പിടിച്ചിരിക്കാൻ പറയുകയാണ്.
അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മുറുകെ പിടിക്കാൻ കാരണം അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. പിശാച് മോഷ്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മുറുകെ പിടിക്കാൻ വേണ്ടി പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മുറുകെ പിടിക്കുന്നവരുമാണ് ഭൗതിക മണ്ഡലത്തിൽ. എന്നാൽ ഏറ്റവും അധികം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിലാണ്. ഭക്തിമാർഗ പ്രവേശിക എന്ന പുസ്തകം വിശുദ്ധ ഫ്രാൻസിസ് ദെ സാലസിൻ്റെ പുസ്തകം നമുക്ക് പരിചിതമായൊരു പുസ്തകമാണ്. വട്ടാരിസിൻ്റെ പല ടോക്കുകൾ അതിനെക്കുറിച്ച് റെഫർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അതിന് 270 പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ശ്രേഷ്ഠവും അമൂല്യവുമായ ഒരു സാധനം നഷ്ടപ്പെടാനിടയുണ്ടെന്നറിഞ്ഞാൽ ശ്രദ്ധാപൂർവം നാം അതിനെ കയ്യിൽ മുറുകെ പിടിക്കുകയില്ലയോ? ഇതിലും ഒട്ടും അപ്രധാനമല്ലാത്ത ശ്രദ്ധയാണ് ആത്മാവിൻ്റെ കാര്യത്തിലും നാം പ്രദർശിപ്പിക്കേണ്ടത്. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, എങ്കിലും അത് സദാ എൻ്റെ അധീനതയിലാണ്. ആകയാൽ അവിടുത്തെ കൽപ്പനകൾ ഞാൻ വിസ്മരിക്കുന്നില്ല എന്ന് ദാവീദ് രാജാവിനെ അനുകരിച്ച് നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിലെ വാക്കുകളാണത്. അതായത് ഇപ്പോൾ ഒരു സംഗതി ആരെങ്കിലും നമ്മൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ വേഗം മുറുകെ പിടിക്കും. ഒന്നും വേണ്ട, കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടം നമ്മളത് മേടിക്കാൻ വേണ്ടി പരിശ്രമിച്ച കുട്ടി അത് ഇറുകെ പിടിക്കും, അല്ലേ? അത് മനുഷ്യൻ്റെ ഒരു നൈസർഗികമായ സംഗതിയാണ്. എന്നിട്ട് പറയാൻ ഇതിലും ഒട്ടും അപ്രധാനമല്ലാത്ത ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒട്ടും കുറയാത്ത ശ്രദ്ധ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിലും പ്രദർശിപ്പിക്കണം. ആത്മാവിന് വേണ്ട കാര്യങ്ങൾ മുറുകെ പിടിക്കണം. ആത്മാവിൻ്റെ കാര്യത്തിൽ ഒരു കടുംപിടുത്തം, ഒരു മുറുകെപ്പിടുത്തം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് എന്ന് വരെയാ? ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന അന്ന് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ആഗമനമായി അന്ന് വരെ മുറുകെ പിടിക്കണം. അതിനകത്ത് there is no relaxation in spiritual life. ആധ്യാത്മിക ജീവിതത്തിൽ ഒരു റിലാക്സേഷൻ ഇല്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. CCC കത്തോലിക്ക സഭയുടെ മതമോന ഗ്രന്ഥത്തിൽ 185 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നയാൾ നാം വിശ്വസിക്കുന്നതിനെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. Praise the Lord. Praise the Lord. വിശ്വാസ പ്രമാണത്തിൽ അല്ലേ, സർവശക്തന്റെ പിതാവായ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ വിശ്വസിക്കുന്ന സംഗതിയെ മുറുകെ പിടിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പോൾ മുറുകെ പിടിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം മുറുകെ പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒരു വസ്തു നഷ്ടപ്പെടാതിരിക്കാൻ കൈകൊണ്ട് മുറുകെ പിടിക്കുന്നത് പോലെയല്ല ആത്മീയ ജീവിതത്തിൽ. ആത്മീയ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മുറുകെ പിടിക്കുന്നു എന്നതിൻ്റെ ചില സൂചനയാണെന്ന് CCC പഠിപ്പിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നതായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പറയാൻ സമയമില്ലെങ്കിലും 1, 2, 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് മുറുകെ പിടിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് ദൈവവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാം തിരുവചനം, ചാപ്റ്റർ 2 വേഴ്സ് 16, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ്ലീഹ ഫിലിപ്പി സഭയോട് പറയുകയാണ്, ഫിലിപ്പി സഭയ്ക്ക് പൗലോസ്ലീഹായോട് ഒരുപാട് വചനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കുവിൻ. ആ വചനത്തെ മുറുകെ പിടിക്കണം. ആ വചനത്തെ മുറുകെ പിടിക്കണം. വചനത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ സഹോദരങ്ങളെ? ഈ വചനങ്ങൾ ഓരോന്നും നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, ഈ വചനങ്ങൾ ഓരോന്നും നമ്മൾ ജീവിക്കുമ്പോൾ ഈ വചനത്തെ മുറുകെ പിടിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വചനം തെറ്റാണെന്ന് തോന്നാവുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെ കാണുമ്പോഴും വചനമാണ് ശരി എന്ന് വിശ്വസിക്കണം.
പറക പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് വട്ടാരച്ചൻ ഒരു അഭിഷേക എപ്പിസോഡിലാണ് ഒരു കൺവെൻഷനിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഒരാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വചനങ്ങളെല്ലാം തെറ്റാണെന്ന് തോന്നുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം വചനത്തെ മുറുകെ പിടിച്ചു. അദ്ദേഹത്തിന് മുറുകെ പിടിച്ചത് ഒരു പ്രഭാഷണത്തിൽ ഒരൊറ്റ വചനമാണ്. ആ ഒറ്റ വചനം ആ പ്രഭാഷണം നടത്തിയ ആൾ മറ്റൊരിടത്ത് പറഞ്ഞു, കാണുന്നതല്ല സത്യം, കേൾക്കുന്നതല്ല സത്യം, അവിടുത്തെ വചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ വചനം പാലിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ചിലപ്പോൾ ദൈവാനുഗ്രഹം കാണുന്നില്ലെങ്കിലും നമ്മൾ വചനമാണ് സത്യം എന്ന് വിശ്വസിക്കണം. നമ്മുടെ അനുഭവം നോക്കരുത്, കാണുന്ന കേൾക്കുന്ന നോക്കരുത്, വചനമാണ് സത്യം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അന്യോന്യമായ വിശ്വാസ സംഹിതയിൽ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠിച്ചറിഞ്ഞ സത്യവചനത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയണമെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും വചനത്തെ മുറുകെ പിടിക്കണം. അത് കൈവിട്ട് കളിക്കരുത്, അത് കൈവിട്ട് പോകരുത്, അത് ലൂസാക്കി പിടിക്കരുത്. ഓരോ വചനത്തെ പരിശീലിക്കണം, ഓരോ വചനത്തെ വായിക്കണം, ആവർത്തിച്ച് വായിക്കണം, ആവർത്തിച്ച് പഠിക്കണം, ആവർത്തിച്ച് കേൾക്കണം. അതിനുവേണ്ടി അങ്ങനെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വചനത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമസ്ത മേഖല ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഓർക്കാണ്, ഈ വാട്ടപ്പാടി സഖ്യം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു വ്യക്തി സാക്ഷ്യം പറഞ്ഞ ഓർക്കാണ്. ആ വ്യക്തി അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അഭിഷേകം കാണും. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിനങ്ങോട്ട് മുറുകെ പിടിച്ച് അനുഗ്രഹം പ്രാപിച്ച വഴികൾ കാണണം. ആ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് മഞ്ജുഷ് ഫിലിപ്പ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇളംകുളം ഇടവകാംഗമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ബന്ധനങ്ങൾ മാറുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കോവിഡ് കാലം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ, ഞാൻ ഒരു അധ്യാപകനാണ്. അപ്പോൾ കോവിഡ് സമയത്ത് ജോലിയൊന്നുമില്ലാതിരുന്നപ്പോൾ ബൈബിള് വായിക്കാൻ ആരംഭിച്ചു. ബൈബിള് വളരെ ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഉള്ളത് കേട്ടും വായിച്ചുമൊക്കെ പലതവണ അങ്ങനെ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ യൂട്യൂബ് ചാനലിൽ ഈ അഭിഷേകാഗ്നി ഒന്ന് കേൾക്കാനിടയായി. അത് കേൾക്കാനുണ്ടായ സാഹചര്യം ഇതാണ്. ബൈബിൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ പല സംശയങ്ങൾ എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലതൊന്നും ബൈബിള് പെട്ടെന്ന് കേൾക്കുന്നു, വായിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ കേട്ടത് 171-ാമത്തെ അഭിഷേകാഗ്നിയാണ്. ചുമ്മാ വെറുതെ മൊബൈൽ നോക്കിയപ്പം കേട്ടതാണ്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു ബൈബിൾ ഭാഗം വട്ടായിലച്ചൻ വളരെ ക്ലിയറായിട്ട് വിവരിച്ചു തരുന്നു. ആ ഭാഗം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. മെരീബ ജലാശയത്തിങ്കൽ വെച്ച് ദൈവത്തിന് എതിരായിട്ട് മോശ പ്രവർത്തിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്ത് പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു എന്നൊന്നും ഞാൻ ഏറെക്കുറെ ഒരു 25 തവണയോളം ബൈബിൾ കേൾക്കുകയും വായിക്കുകയും എല്ലാം ആയിട്ട് ഈ കാലഘട്ടത്തിൽ ചെയ്തു. പക്ഷേ എനിക്കിങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ മാറുന്നില്ല. 171-ൽ അത് വളരെ ക്ലിയറായിട്ട് വട്ടായിലച്ചൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അഭിഷേകാഗ്നിയും കൂടെ കേൾക്കാം. അങ്ങനെ 1-ാമത്തെ അഭിഷേകാഗ്നി മുതൽ ഇന്നലെ 903-ാമത്തെ അഭിഷേകാഗ്നി വരെ ഞാൻ കേട്ട് തീർത്തു. ഇത് ഒരു വർഷക്കാലം കൊണ്ടാണ് ഇവിടെ തീർന്നത്. ഈ ഒരു വർഷ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ചെയ്തു തന്ന കൃപകൾ എനിക്കിവിടെ പറഞ്ഞാലും ദിവസങ്ങളോളം പറഞ്ഞാലും തീരില്ല. എൻ്റെ ജോലി എനിക്ക് കിട്ടി, ജപ്തി വഴിമാറി കടം ഞാൻ തീർത്ത്. ഏതാനും ചിലത് മാത്രം ഞാൻ പറയാം. രോഗപീഠകളുടെ മേഖലയിൽ ആശ്വാസം എന്ന് വേണ്ട സർവോപരി അഭിഷേകാഗ്നി 1 മുതൽ 300 വരെ ഞാൻ തീർന്നപ്പോൾ സത്യത്തിലൊരു പാപം ചെയ്യുക എന്നതുപോലും എനിക്ക് പേടിയായി. അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ദൈവകരുണയുടെ ഒരു വലിയ കൃപ ഞാൻ അനുഭവിച്ചു. ഓരോ നിമിഷവും അഭിഷേകാഗ്നി കേൾക്കുക. ഇന്നലെ അവസാനത്തെ എപ്പിസോഡ് വരെ കേൾക്കുമ്പോൾ എന്നിലുണ്ടായ അവർണ്ണനീയമായ ആ ദൈവത്തിൻ്റെ ദാനം ഒന്ന് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഈ സാക്ഷ്യം കൊണ്ട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, മഞ്ജുഷ് സഹോദരൻ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കിയേ. അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തെ അങ്ങോട്ട് മുറുകെ പിടിച്ച്
എത്ര തവണ ബൈബിള് വായിച്ചു, അഭിഷേകാന്തി എത്ര മുഴുവൻ എപ്പിസോഡും കണ്ടു തീർന്നു. അപ്പം നോക്കിയേ, ഈ ദൈവത്തിൻ്റെ വചനത്തെ ഇങ്ങനെ മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ആ സഹോദരൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷല്ലേ, വേറെ എത്രയോ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വർഷത്തിൽ ഇത് മുഴുവൻ കണ്ടു തീരുന്നതും ബൈബിൾ വായിക്കുന്നതും പഠിക്കുന്നതും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് മാത്രം കണ്ടാൽ പോരാ. അത് കണ്ടോ, കുഴപ്പമൊന്നുമില്ല, ദൈവം തീർച്ചയായും അറിയിച്ചിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനത്തെ മൊത്തം അങ്ങോട്ട് പിടിക്കണം, മൊത്തം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് പണ്ട് ഇവിടെ നിങ്ങളെ സാക്ഷി ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം ഓർക്കാം. ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് അവൻ്റെ പഠനത്തിലെല്ലാം പോക്കായി ആകെ പ്രശ്നമായി, 7ാം ക്ലാസ്സിൽ തോറ്റു. ആ സമയത്ത് അവനൊരു ബൈബിൾ വായിച്ചിട്ട് ആ ബൈബിളിൻ്റെ ഷേപ്പ് പോലും പോയി വട്ടാച്ചൻ ആ സാക്ഷ്യം കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൻ ആ വചനത്തെ അതുപോലെ, അവൻ വചനം ശരി ആ ബൈബിൾ മുഴുവൻ ദ്രവിച്ചൊരു ഷേപ്പായി പോയി. അതുപോലെ അവൻ വചനത്തെ വായിച്ചു 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 വായിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമതൊരു ദൈവവൈതൽ മുറുകെ പിടിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് നിത്യജീവനെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊരിന്തോസ്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയാണ് നമ്മുടെ പ്രത്യാശ? എന്തിനാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്? എന്തിനാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളും ഈ ലോകത്തിന്റെ ആർഭാടങ്ങളും ഈ ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിന്റെ കമ്പനികളും ഈ ലോകത്തിന്റെ പല പരിപാടികളുമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ, ഈ ലോകത്തിൽ ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യരാണ് നമ്മൾ. മറിച്ച് എന്താണ് ലക്ഷ്യം വെക്കേണ്ടത്? എന്തിനാണ് മുറുകെ പിടിക്കേണ്ടത്? 1 തിമോത്തി 6:12 ശ്രീക പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരെന്ന് പറയുന്നത് പോലെ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി നിയോഗവും വിളിയും ലഭിച്ചവരാണ് നമ്മള്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ ഒരു നിയോഗം നമുക്കുണ്ട്, അതിനെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരൻ, നമുക്കൊരു നിയോഗമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിന്റെ 48-ാം തിരുവചനം, ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു. എന്നിട്ട് പറയാണ്, നിത്യജീവന നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സകല മനുഷ്യർക്കും നിത്യജീവന നിയോഗം കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മളിത് മുറുകെ പിടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയം. അവർക്കൊരു നിയോഗം ഉണ്ടായിരുന്നു, നമുക്ക് നിയോഗം ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറയാം, നിനക്ക് പറഞ്ഞിട്ട് അല്ല, നിനക്കത് യോഗമില്ലാന്ന് കൂട്ടിയാൽ മതി. അങ്ങനെയല്ല, നിത്യജീവനം നമുക്ക് നിയോഗമുണ്ട്. ആ നിയോഗം ഉണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കണം, അതിനെ മുറുകെ പിടിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. എന്നാൽ ഈ നിയോഗത്തെ വെറുതെ തള്ളിക്കളയരുത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിന് 46-ാം തിരുവചനം, പൗലോസും ബാർന്നബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതരുടെ അടുക്കിലേക്ക് തിരിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയ സഹോദരങ്ങൾ, ഈ വചനം കേട്ടോണ്ടിരുന്നവർക്ക് എല്ലാവർക്കും നിത്യജീവന നിയോഗം ഉണ്ടായിരുന്നു. പക്ഷെ തള്ളിക്കളഞ്ഞു, മുറുകെ പിടിച്ചില്ല, വേണ്ടാന്ന് വെച്ചു. ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ വീട്ടുകാരെ ഉപേക്ഷിച്ചോ, ഭാര്യ മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് വരുന്നു. എന്നിട്ട് പറയുക, അവയോടൊപ്പം പീഡനങ്ങൾ ഉണ്ടാവും, കുരിശുകൾ ഉണ്ടാവും, അതിനുശേഷം എന്തുണ്ടാവും? നിത്യജീവൻ ലഭിക്കും. അല്ല, ഒരു കുരിശില്ലാതെ കിരീടമില്ല, ഒരു മരണമില്ലാതെ ഉയർപ്പില്ല. അതോ നിത്യജീവന നിയോഗം ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന കുരിശുകൾ എടുക്കാൻ വേണ്ടി ഒരു ക്രമം നേടിയെടുക്കണം, മുറുകെ പിടിക്കണം. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 446-ാമത്തെ കണ്ണകിൽ ഫൗസ്തീനയ്ക്കുള്ള ഒരു അനുഭവം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, പിന്നീട് ഈശോനാഥനെ കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അതിൽ തൂങ്ങിക്കിടന്ന അവസരത്തിൽ വലിയ ഒരു സമൂഹം ആത്മാക്കൾ അവിടുത്തെ പോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതായും ഞാൻ കണ്ടു. വീണ്ടും രണ്ടാമതൊരു സമൂഹത്തെയും മൂന്നാമതൊരു സമൂഹത്തെയും ഞാൻ കണ്ടു. രണ്ടാമത്തെ ജനക്കൂട്ടം അവരുടെ കുരിശിനോട് തറയ്ക്കപ്പെട്ടിരുന്നില്ല, എന്നാൽ
അവർ തങ്ങളുടെ കുരിശുകൾ തറയ്ക്കപ്പെടുകയോ തങ്ങളുടെ കരങ്ങളിൽ അവ മുറുകെ പിടിക്കുകയോ ചെയ്യാതെ അവ വളരെ അതൃപ്തിയോടെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ചിലര് കുരിശ് തറയ്ക്കപ്പെട്ട് കിടക്കുന്നവര്, ഈശോനാഥനെ പോലെ തന്നെ നിത്യജീവന യോഗമുള്ളവര്, കുരിശെടുക്കാതെ അനുഗമിക്കാൻ പറ്റില്ല എന്നുള്ളത് വചനമല്ലേ? എന്നാൽ ചില മനുഷ്യര് കുരിശ് വളരെ ലാഘോപത്തിയോട് കൂടി അതൊക്കെ വലിച്ചെടുത്ത് ഒരു താല്പര്യമില്ലാത്ത പോലെയൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെ മുറുകെ പിടിക്കണം, ദൈവവചനത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു നമ്മൾ മുറുകെ പിടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ദൈവഭക്തിയെ മുറുകെ പിടിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങൾ ദൈവഭക്തി എല്ലാത്തിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തിയെ മുറുകെ പിടിക്കണം അല്ലേ? ദൈവഭക്തി, പ്രാർത്ഥന, പള്ളിയിൽ പോവുക, നമസ്കാരം ചൊല്ലുക, സന്ധ്യാപ്രാർത്ഥന നടത്തുക, തീർത്ഥാടനം നടത്തുക, ദൈവഭക്തി അതിനെ മുറുകെ പിടിക്കണം. എത്രയോ ദൈവമക്കളാണ് സഹോദരങ്ങളെ ദൈവഭക്തി ഉള്ളത് കൊണ്ട് തന്നെ അനുഗ്രഹം പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവഭക്തിയാണ്. സുഭാഷിതങ്ങൾ 14:26 ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവനെ മുറുകെ പിടിക്കണം, വചനത്തെ മുറുകെ പിടിക്കണം, ദൈവഭക്തിയെ മുറുകെ പിടിക്കണം, വിശ്വാസത്തെ മുറുകെ പിടിക്കണം, പ്രാർത്ഥനയെ മുറുകെ പിടിക്കണം എന്ന് വേണ്ട, നിങ്ങളുടെ മനസ്സിന് ഒരുപാട് കാര്യങ്ങൾ ആത്മാവ് തോന്നിപ്പിക്കും, അതിനെല്ലാം മുറുകെ പിടിക്കണം. ആത്മധൈര്യം, പ്രത്യാശ എല്ലാത്തിനും മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തി എന്ന കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ദൈവം, ഞാൻ എത്രയൊക്കെ തീരുമാനമെടുത്തിട്ട്, കർത്താവേ, ഞാൻ എത്രയൊക്കെ പരിശ്രമിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വീണു പോകുന്നത്? വിശുദ്ധ ഫൗസ്തി എന്ന കർത്താവ് പറഞ്ഞു, നീ നിന്നിൽ കൂടുതലും എന്നിൽ കുറച്ചും ആശ്രയിക്കുന്നത് കൊണ്ടാണ് നീ വീണു പോകുന്നത്. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? വീണവനോട് അവിടുന്ന് ദയ കാണിക്കാതിരിക്കുമോ എന്നുള്ളതല്ലേ വചനം. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പലപ്പോഴും ഒരുപാട് തവണ തീരുമാനം എടുത്തിട്ടുണ്ട്. ബൈബിൾ മുഴുവൻ വായിക്കണം, പലവരും വായിക്കണം, വചനങ്ങളെല്ലാം കേൾക്കണം, ടോക്കുകളെല്ലാം കേൾക്കണം, എത്രയോ തവണ തീരുമാനമെടുത്ത്, പക്ഷേ കുറച്ചുകൾ കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീണു പോവുകയാണ്, മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, നിത്യജീവന് വേണ്ടി അധ്വാനിക്കണം, ബാക്കിയെല്ലാം വിടണം, സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അവനവൻ്റെ പ്രായത്തിനനുസരിച്ച് പല ചിന്തകളും മാറി മാറി വന്നു. ദൈവമേ, കർത്താവേ, പക്ഷേ പലപ്പോഴും കുറച്ച് നാൾ പിടിച്ചു നിൽക്കുന്നുള്ളൂ. ദൈവം, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുകയാണ്. അവിടുന്ന് ദയ തോന്നണം, അവിടുന്ന് കൃപ തോന്നണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവേ, ദൈവഭക്തി, കർത്താവേ, ദൈവഭക്തി പരിശീലനം, ദൈവമേ, അതിലെല്ലാം നിലനിൽപ്പിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഓരോ ആശീർവാദത്തിന്റെ സമയത്തും എണ്ണമറ്റ വിധം കൃപകൾ സമൂഹത്തിലേക്ക് വർഷിക്കപ്പെടുമെന്നുള്ള വിശുദ്ധരുടെ വെളിപ്പെടുത്തലുകൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങൾ കൃപ തരണമേ, പിടിച്ചെടുക്കാൻ കൃപ നൽകണമേ, വീഴാതിരിക്കാൻ മുറുകെ പിടിച്ചെടുക്കാൻ കൃപ നൽകണമേ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ.